നല്ല ചുട ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, ഇതുമല്ലെങ്കിൽ കപ്പ, എന്തുമായിക്കോട്ടെ, ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ സാധനം അകത്ത് പോകുന്ന വഴി അറിയില്ല. ഇങ്ങനെ ചമ്മന്തിയിൽ ഒപ്പിയിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ അതിനായിട്ടൊരു ഇതെങ്ങനെ ചതയ്ക്കാനുള്ളൊരു സാധനമാണ് എടുക്കേണ്ടത്. അല്ല എങ്കിൽ അമ്മി ഉപയോഗിക്കാം. ഇത് മുമ്പൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിരിക്കാം. ഇത് പലരും മറന്നുപോയ ഒരു റെസിപ്പിയാണ്. ഒരു 10 ചെറിയ ഉള്ളി, ഇതിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം നമുക്കിത് ഇങ്ങനത്തെ ഇടിക്കാനുള്ളതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതയ്ക്കാം. ഓവറായിട്ട് ചതയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ക്രഷ് ആവാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇടിച്ചു കൊടുക്കാം. ആ ഉള്ളി ഒന്ന് ചെറുതാവാൻ വേണ്ടി മാത്രം. ഇത് മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ ധാരാളമൊക്കെ ഉണ്ടാക്കണ്ടാവും കേട്ടോ. ഇനി ഒരു 4 കാന്താരി മുളക്, ഇതധികം എരിവില്ലാത്തതുകൊണ്ട് 4 എണ്ണം, എരിവുള്ളതാണെങ്കിൽ 2 എണ്ണം മതി. ഇനി നിങ്ങൾക്ക് കാന്താരി മുളക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കൊന്നും വേണ്ട, നല്ല പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുത്താലും മതി. ഓവറായിട്ട് എരിവാവരുത്, പിന്നെ അത് വയറിന് ബുദ്ധിമുട്ടാവും കേട്ടോ. ഇനി കുറച്ച് നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചിട്ടാണ് ഇതിന് ടേസ്റ്റ്. അമ്മി ഉണ്ടെങ്കിൽ 2 മിനിറ്റ് മതി ഇത് ചതക്കാനായിട്ടുണ്ട്. ഇതില്ല എങ്കിൽ ഇതിലാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായി ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡിയാവും. ഇത് വെറുതെ പറയില്ല, ശരിക്കും ടേസ്റ്റിയാണ്. ഇത് ദോശയുടെ കൂടെയൊക്കെ ഇങ്ങനെ ചെറുതായി ഒപ്പിക്കഴിക്കാനേ പാടുള്ളൂ കേട്ടോ. അല്ലാതെ ഓവറായിട്ട് നമുക്ക് ബാക്കി ചമ്മന്തികളും സാമ്പാറും ഒന്നും കഴിക്കണ മാതിരില്ല. അത് ഒപ്പി കഴിക്കേണ്ട ഒരു ചമ്മന്തിയാണ്. ഇതാ നന്നായി ഇടിച്ച് വന്നിട്ടുണ്ട്. ഇടിച്ച് വന്നതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചെറുതായിട്ടൊന്ന് ചേർത്തി കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത്. ആ ഉള്ളിയും കാന്താരി മുളകും നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഉള്ളൊരു മണം സൂപ്പറാണ്. അത് കഴിക്കുമ്പോൾ തന്നെ ടെംപ്റ്റിംഗ് ആണ് നമ്മുടെ ഇത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് തൂവിക്കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പൊക്കെ ഇതിന് കൂടുതലായിരിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. ഇനി ഇതിനെ ഒന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി നാടൻ കാന്താരി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യം കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. ബൈ.